ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു QA ഫോക്കസ്. ഇന്ന് നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റിക്കകത്തെ ഒത്തിരി സിമ്പിളായിട്ടുള്ള എന്നാൽ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കിലേക്കാണ് എൻട്രി ചെയ്യുന്നത്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്താ EMF എന്ന് പറയുന്നത്, അല്ലെങ്കിൽ EMF എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടെർമിനൽസ് ഓഫ് ദി cell when no current is drawn from it. PD between the terminal of a cell when no current is drawn from it. അതായത് ബാറ്ററിയിൽ നിന്ന് സെല്ലിൽ നിന്ന് പ്രത്യേകിച്ച് കറണ്ട് ഒന്നും നമ്മൾ എടുക്കാതിരിക്കുന്ന സമയത്ത് അതിൻ്റെ രണ്ട് ടെർമിനലിനിടയ്ക്ക് വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? EMF എന്ന് പറയുന്നത്. അതായത് കറണ്ട് ഒന്നും എടുക്കാതിരിക്കുക എന്ന് വെച്ചാൽ എന്താ അവിടെ മെയിൻ ചെയ്യുന്നത്? സെല്ല് സർക്യൂട്ടിൽ കണക്ട് ചെയ്തിട്ടില്ല. അപ്പം സെല്ല് സർക്യൂട്ടിൽ കണക്ട് ചെയ്യാതെ അതിൻ്റെ രണ്ട് ടെർമിനലിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? EMF ഓഫ് ദി സെൽ, അല്ലെങ്കിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഓഫ് ദി സെൽ എന്ന് പറയുന്നത്. അവിടെ നോക്കിയാൽ വെൻ നോ കറണ്ട് ഈസ് ഡ്രോൺ ഫ്രം ദി സെൽ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഓപ്പൺ സർക്യൂട്ട്. നമുക്ക് എന്തും പറയാം, PD ബിറ്റ്വീൻ ദ ടെർമിനൽസ് ഓഫ് ദി സെൽ ഇൻ ഓപ്പൺ സർക്യൂട്ട്, അല്ലെങ്കിൽ നോ കറണ്ട് ഈസ് ഡ്രോൺ ഫ്രം ദി സർക്യൂട്ട്, ഡ്രോൺ ഫ്രം ദി സെൽ. ഓക്കെ, ഡ്രോൺ ഫ്രം ദി സെൽ. ഓക്കെ, ഇനി നമുക്കിവിടെ അറിയേണ്ട വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇന്റേണൽ റെസിസ്റ്റൻസ്. വാട്ട് ഈസ് മെന്റ് ബൈ ഇന്റേണൽ റെസിസ്റ്റൻസ്? ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദി ഇലക്ട്രോലൈറ്റ് ആൻഡ് ഇലക്ട്രോഡ് to the current flow. അതായത് ഒരു സെല്ലിനകത്തുകൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും ഈ സെല്ലിനകത്തുള്ള ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റും, ഇതിനകത്ത് വരുന്ന ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ മെറ്റലായിരിക്കും അല്ലേ, ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റും കറണ്ട് ഫ്ലോയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റെസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് അവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഇലക്ട്രോലൈറ്റിനകത്തും ഇലക്ട്രോഡിനകത്തും വരുന്ന ആ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദി സെൽ. ഇനി നമ്മളൊരു സർക്യൂട്ടിൽ നമ്മൾ പുറമേ കണക്ട് ചെയ്യുന്നതിന് എന്ത് പറയും? എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയും അല്ലേ, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയും. അപ്പം നമ്മളിവിടെ സർക്യൂട്ടിനകത്ത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് R കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സെല്ലിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്മോൾ r ആണ്. ഇതിൻ്റെ EMF E ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഒരു സെല്ലിൻ്റെ EMF E, ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ r, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? R പ്ലസ് R. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ സെല്ലിൻ്റെ EMF എന്തായിരിക്കും? കറണ്ട് ഇൻറ്റു ടോട്ടൽ റെസിസ്റ്റൻസ് R പ്ലസ് R. ശരിയല്ലേ? ദാറ്റ് ഈസ് IR പ്ലസ് IR. ഈ I ഇൻറ്റു ആറിനെ നമ്മൾ എന്താ വിളിക്കുക? V അല്ലേ? V എന്താ സംഭവം? വോൾട്ടേജ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ സർക്യൂട്ടിലെ ഏതെങ്കിലും രണ്ട് പോയിന്റിന് ഇടയ്ക്ക് വരുന്ന വോൾട്ടേജ് ഡിഫറൻസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വോൾട്ടേജ് ഡിഫറൻസ് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. രണ്ട് പോയിന്റിന് ഇടയ്ക്ക് വരുന്നതാണ്. ഇപ്പോൾ ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വരുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. പക്ഷേ ബാറ്ററിക്ക് അക്രോസ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ സെല്ലിന് അക്രോസ് ആയിട്ട് വരുന്നത് EMF ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ V കൊടുക്കും. അങ്ങനെയെങ്കിൽ E ഈക്വൽ ടു IR പ്ലസ് V എന്ന് വന്നു. അങ്ങനെയെങ്കിൽ IR ഈക്വൽ ടു E മൈനസ് V ആണോ? R ഈക്വൽ ടു E മൈനസ് V ബൈ
ഐ. കണ്ടോ, ഇന്റേണൽ റെസിസ്റ്റൻസിൻ്റെ ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയില്ലേ? ഇന്റേണൽ റെസിസ്റ്റൻസ് ആർ ഈസ് ഈക്വൽ ടു ഇ എം എഫ് മൈനസ് വോൾട്ടേജ് ബൈ ഐ. നമ്മൾ പറഞ്ഞു ഇ എം എഫ് എന്ന് പറയുന്നത് വോൾട്ടേജ് തന്നെയാണ്. അതുകൊണ്ട് ഇ എം എഫ് നമ്മൾ മെഷർ ചെയ്യുന്നത് എന്തിൽ തന്നെയാണ്? വോൾട്ട് തന്നെയാണ്. ഇതിൻ്റെ യൂണിറ്റ് വോൾട്ട് തന്നെയാണ്. ഇന്റേണൽ റെസിസ്റ്റൻസ് ആർ ഈസ് ഈക്വൽ ടു ഇ മൈനസ് വി ബൈ ഐ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ എക്സാമിന് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്, എന്നാൽ പെട്ടെന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതുമാണ്. കമ്പയർ ഇ എം എഫ് ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇ എം എഫും പൊട്ടൻഷ്യൽ ഡിഫറൻസുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഇ എം എഫ് നമ്മൾ പറഞ്ഞു ഓപ്പൺ സർക്യൂട്ടിലാണ് മെഷർ ചെയ്യുന്നത്. അതേസമയം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എവിടെയാണ് മെഷർ ചെയ്യുന്നത്? ക്ലോസ്ഡ് സർക്യൂട്ടിലാണ്. ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറയുമ്പം കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന സർക്യൂട്ടിലാണ് നമ്മൾ എന്ത് മെഷർ ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്നത്. കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന സർക്യൂട്ടിലാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്നത്. ക്ലോസ്ഡ് സർക്യൂട്ടിലായിരിക്കും. അടുത്തത് മെഷർഡ് ബിറ്റ്വീൻ ദി ടെർമിനൽസ്. ടെർമിനലിന് ക്രോസ് ആയിട്ടാണ് മെഷർ ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെങ്കിലോ എനി 2 പോയിന്റ്സ് ഇൻ ദി സർക്യൂട്ട്, ഏതെങ്കിലും 2 പോയിന്റ്സിനിടയ്ക്കായിട്ടായിരിക്കും നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്നത്. ഇനി ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. എക്സ്റ്റേണൽ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാര്യം എന്താ? നമ്മളിത് മെഷർ ചെയ്യുന്നത് എവിടെയാണ്? ഓപ്പൺ സർക്യൂട്ടിലാണ് അല്ലേ? കറണ്ട് ഫ്ലോ ചെയ്യാതെ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യാതെ ഇരിക്കുമ്പോഴാണ് നമ്മൾ സെല്ലിന് അക്രോസ് ആയിട്ട് ഇ എം എഫ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? എക്സ്റ്റേണൽ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതേസമയം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുമ്പം നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഈസ് ഈക്വൽ ടു ഐ ആർ ആണ് ഇക്വേഷൻ അല്ലേ? എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? എക്സ്റ്റേണൽ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ വി ഈക്വൽ ടു എന്തേ കിട്ടത്തുള്ളൂ? 0 കിട്ടത്തുള്ളൂ. എന്ന് വെച്ചാൽ പി ഡി ആരെ ഡിപ്പെൻഡ് ചെയ്യും? എക്സ്റ്റേണൽ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. ക്ലിയർ ആയോ? ഇനി അടുത്ത പോയിന്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഓൾവേസ് ഗ്രേറ്റർ ദാൻ പി ഡി. ഇ എം എഫ് എപ്പോഴും പി ഡിയെക്കാട്ടിലും കൂടുതലായിരിക്കും. ഇത് ചിലപ്പോൾ നമുക്ക് പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഷോ ദാറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് ചോദിക്കാവുന്നതാണ്. ഷോ ദാറ്റ് ഇ എം എഫ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നോക്കിക്കേ ഈ ഇക്വേഷനകത്ത് ഇ ഈക്വൽ ടു ഐ ആർ പ്ലസ് വി. അങ്ങനെയാണെങ്കിൽ വി ഈക്വൽ ടു ഇ മൈനസ് ഐ ആർ എന്നല്ലേ കിട്ടുക? അതായത് വി എന്ന് പറയുന്നത് എപ്പോഴും ഇയെക്കാട്ടിലും കുറവാണ്. കാര്യം എന്താ? ഇ മൈനസ് ഐ ആർ ആണ് ആര്? വി എന്ന് പറയുന്നത്. ഇയിൽ നിന്നും ഇത് കുറച്ചാലേ നമുക്ക് ആരെ കിട്ടത്തുള്ളൂ? വിയെ കിട്ടത്തുള്ളൂ. എന്ന് വെച്ചാൽ വി എപ്പോഴും ഇയെക്കാട്ടിലും കുറവായിരിക്കും. ഇ എപ്പോഴും കൂടുതലും വി എപ്പോഴും കുറവുമായിരിക്കും. അത് ചിലപ്പോൾ ഷോ ദാറ്റ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഷോ ദാറ്റ് എന്ന് പറഞ്ഞ് ചോദിക്കുവാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളൊരു സർക്യൂട്ട് വരച്ചിട്ട് ഇ എം എഫ് ഇ ആണ്, ആറാണ്, കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് ആറാന്നൊക്കെ എഴുതിയിട്ട് ടോട്ടൽ റെസിസ്റ്റൻസും ഇ എം എഫും കാണാനുള്ള ഇക്വേഷനും ഒക്കെ എഴുതി ഇവിടെ ഐ ആർ പ്ലസ് ഐ ആർ ആണ് കിട്ടി, ഇത് വി ആണെന്ന് എഴുതി. എന്നിട്ട് ഇവിടം വരെ എഴുതിയിട്ട് വി ഈക്വൽ ടു ഇ മൈനസ് ഐ ആർ ആണെന്ന് എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യണം? ദാറ്റ് ഈസ് വി ഈസ് ഓൾവേസ് ലെസ് ദാൻ ഇ എം എഫ്. പി ഡി ഈസ് ഓൾവേസ് ലെസ് ദാൻ ഇ എം എഫ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് പറഞ്ഞു? ഇ എം എഫ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ തിരിച്ച് എന്ത് പറയാം? പി ഡി ഈസ് ഓൾവേസ് ലെസ് ദാൻ ഇ എം എഫ് എന്ന് പറയാം. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, അതും കൂടി ഒന്ന് നോട്ട് ചെയ്തോണേ. ഇ എം എഫ് ഇസ് ദി കോസ് ഓഫ് കറണ്ട്. കറണ്ട് ഫ്ലോ ചെയ്യാൻ കാരണം ഇ എം എഫ് ആണ്. സെല്ല് കണക്ട് ചെയ്താൽ സർക്യൂട്ടിൽ കൂടുതൽ എന്താ ഉള്ളൂ? കറണ്ട് ഫ്ലോ ചെയ്യുന്നുള്ളൂ. പക്ഷേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ദി എഫക്റ്റ് ഓഫ് കറണ്ട്. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കൊണ്ടാണ് ആരുണ്ടാകുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുന്നത്. കാരണം വി ഈക്വൽ ടു ഐ ആർ ആണ്. ഐ ഉണ്ടെങ്കിലേ ആരുള്ളൂ? വി ഉള്ളൂ. അല്ലെങ്കിൽ വി എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പം ഇ എം എഫ് ഇസ് ദി കോസ് ഓഫ് കറണ്ട്, പി ഡി ഇസ് ദി എഫക്റ്റ് ഓഫ് കറണ്ട് ആണ്. ഇത് രണ്ടും നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാവുന്നതാണ്. ഇത് രണ്ടും എന്ന് പറയുമ്പോൾ ഈ പോയിന്റ്സ്, ഈ 2 പോയിന്റ്സും വേണമെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്നതാണ്. അപ്പോൾ ഈ കമ്പാരിസൺ പഠിച്ചോണം.
ഒരു 2 മാർക്ക് കിട്ടാനുള്ള സ്കോപ്പ് ഇതിനകത്തുണ്ട്. ഒരു 2 മാർക്ക് ക്വസ്റ്റ്യനാണിത്, കമ്പാരിസൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചാപ്റ്റർ ഒന്നും ശരിക്കും പഠിച്ചിട്ടില്ല. അവസാന സമയത്ത് നമ്മൾ അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെയാണ് പഠിക്കുന്നതെങ്കിൽ EMF, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, കമ്പാരിസൺ ഇതൊക്കെ പഠിച്ചിട്ടാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് മാർക്ക് കിട്ടാനുള്ള വഴികളാണേ. നോക്കിയേ, വാട്ട് ഈസ് മീൻ ബൈ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ? നമ്മളത് ഓൾറെഡി നമ്മൾ എഴുതി അല്ലേ. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്താണെന്ന് നമ്മൾ എഴുതി. റെസിസ്റ്റൻസ് ഓഫർഡ് ബൈ ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഒബ്റ്റെയിൻ ദ റിലേഷൻ ബിറ്റ്വീൻ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് EMF ആൻഡ് PD. അത് നമുക്കിപ്പം കിട്ടിക്കഴിഞ്ഞു, നമ്മളിപ്പം ചെയ്ത് കഴിഞ്ഞു. R = E - V/I. ഓക്കെ, ക്ലിയർ അല്ലേ അത്? ഇനി നമുക്ക് ഈ ടോപ്പിക്കിനകത്ത് നിന്ന് അറിയേണ്ട ഒരു കാര്യവും കൂടി ഉണ്ട് എന്ന് പറയുന്നത് ഗ്രൂപ്പിംഗ് ഓഫ് സെൽസ് ആണ്. ഗ്രൂപ്പിംഗ് ഓഫ് സെൽസ് നമ്മൾ കപ്പാസിറ്ററൊക്കെ ഗ്രൂപ്പ് ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ് ഗ്രൂപ്പിംഗ് ഓഫ് സെൽസിനെ എങ്ങനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. കപ്പാസിറ്ററിനെ നമ്മൾ സീരീസും പാരലലും ഒക്കെ നമ്മൾ പഠിച്ചില്ലേ ഗ്രൂപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്. അതേപോലെ തന്നെ സെൽസിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്. ഫസ്റ്റ് കേസ് നമുക്ക് സീരീസ് തന്നെ നോക്കാം. ഒരു N സെൽസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു എക്സ്റ്റേണൽ റെസിസ്റ്ററുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇത് ഓരോന്നിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R ആണ്, EMF E ആണ്. ആറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടി ഒരു കറണ്ട് I ഫ്ലോ ചെയ്യുന്നുണ്ട്. കൺസിഡർ N സെൽസ്. ഈച്ച് ഓഫ് EMF E, internal resistance R, connected in series. അങ്ങനെയാണെങ്കിൽ ഈ N സെൽസിൻ്റെ ടോട്ടൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? ടോട്ടൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R+R+, അങ്ങനെ എത്ര ടൈംസ് ഉണ്ട്? N ടൈംസ് ഉണ്ട് അല്ലേ? എന്ന് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? NR കിട്ടും. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? NR+R ആയിരിക്കും. ഒരു സെല്ലിൻ്റെ EMF E ആണ്. അങ്ങനെ ഇത് സീരീസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ടോട്ടൽ EMF NE ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന ടോട്ടൽ കറണ്ട് അയ്യോ NE/NR+R അല്ലേ? EMF ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. സെൽസ് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സീരീസിലാണ് ഗ്രൂപ്പ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ടോട്ടൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് NR ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് NR+R ആണ്. ടോട്ടൽ EMF എന്ന് പറയുന്നത് NE ആണ്. അതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് NE/NR+R ആയിരിക്കും. കിട്ടിയോ? അങ്ങനെയെങ്കിൽ നമുക്കിവിടെ പാരലായിട്ടാണ് ഗ്രൂപ്പ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ വരും നോക്കാം. പാരലൽ ഗ്രൂപ്പിംഗ് ആണെങ്കിൽ പാരലൽ ഗ്രൂപ്പിംഗ് ഇവിടെ നമ്മൾ N സെൽസ് എടുത്തിട്ടുണ്ട്. N സെൽസ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R ആണ്. EMF എന്ന് പറയുന്നത് E ആണ്. ഇതിനെ നമ്മളൊരു എക്സ്റ്റേണൽ റെസിസ്റ്ററുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈച്ച് സെൽ ഓഫ് EMF Eയും ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് Rഉം ഒരേപോലത്തെ സെൽസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്
നമുക്കറിയാം പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1/R1 + 1/R2 + 1/R3 അങ്ങനെ അങ്ങ് പോകും അല്ലേ. അപ്പം ഇവിടെ നമ്മൾ പാരലായിട്ടാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1/R എഫക്റ്റീവ് = 1/R + 1/R+ അങ്ങനെ എവിടം വരെ പോവും? n ടൈംസ് വരെ പോവും. അതായത് n/R ആണ്. അങ്ങനെയെങ്കിൽ ടോട്ടൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? R/n ആയിരിക്കും. ഓക്കെ, ഇനി ഇത് ഇത്രയൊന്നും പഠിക്കണമെന്നില്ല, ജസ്റ്റ് ഇത് മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ടോട്ടൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R/n ആണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. ടോട്ടൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഈസ് ചിലർ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അറിയണമെന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കി പഠിക്കുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് R/n എന്ന് എഴുതുമ്പോൾ അതെങ്ങനെ കിട്ടിയെന്ന് ഇങ്ങനെ ആലോചിക്കും. അതുകൊണ്ടാണ് ഞാനിത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ടോട്ടൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1/R എഫക്റ്റീവ് = 1/R + 1/R+ അങ്ങനെ n ടൈംസ് ആണ്. ദാറ്റ് ഈസ് n/R എന്ന് വരും. അപ്പോൾ നമ്മൾ R എഫക്റ്റീവ് കിട്ടണമെങ്കിൽ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. ദാറ്റ് ഈസ് R/n എന്ന് വരും. ഇനി ഇത് ഇത്രയൊന്നും പഠിക്കാൻ മേലെ, അത്യാവശ്യം വേണ്ടുന്ന പോയിന്റ്സ് മാത്രം പഠിച്ചങ്ങ് പോവുക. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിൻ്റെ സ്റ്റെപ്സ് ഒന്നും ബൈഹാർട്ട് ചെയ്യല്ല, മനസ്സിലാക്കാനൊന്നും നിൽക്കുന്നില്ല. ജസ്റ്റ് പഠിച്ച് മാത്രം പോവുകയാണെങ്കിൽ ഇവിടം തുടങ്ങി എഴുതിയാൽ മതി. ഇവിടം തുടങ്ങി പഠിച്ചു പോയാൽ മതി. ടോട്ടൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു R/n. അങ്ങനെയെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു, ഇതിനകത്ത് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു R ഇല്ലേ, R + R/n ആയിരിക്കും. ഈ സെൽസിന് ഇത്രയും കൂടി ടോട്ടലായിട്ട് വരുന്നതാണ് R/n പ്ലസ് ഇവിടെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് R ഉണ്ട്. ഇനി ടോട്ടൽ EMF എന്ന് പറയുന്നത് അറിയാം, പാരലൽ കണക്ഷനകത്ത് ഓരോന്നിനും അക്രോസ് ആയിട്ട് വരുന്ന പൊട്ടൻഷ്യൽ എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ എന്ത് തന്നെയായിരിക്കും? E തന്നെയായിരിക്കും. ടോട്ടൽ EMF = E ആണ്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ കറണ്ട് I is equal to E/R + R/n ഈക്വൽ ആയിരിക്കും. I = E/R + R/n ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതും കൂടി ഒന്ന് പഠിച്ചിട്ടേക്കണം കേട്ടോ. ഗ്രൂപ്പിംഗ് ഓഫ് സെൽസ്, സീരീസും പാരലുമായിട്ട് നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. പിന്നെ ഇത് മസ്റ്റായിട്ടും പഠിച്ചോണേ. സ്റ്റേറ്റിന് ഒട്ടുമുക്കാൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ്. ഓണം എക്സാമിനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കമ്പാരിസൺ ചോദിക്കുന്നത്. ഇനി ഒന്നും പഠിക്കാതെ അവസാന സമയത്തൊക്കെ രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലുമൊക്കെ നോക്കി പഠിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും സ്കിപ്പ് ചെയ്യരുത്. ഇതൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് വെറുതെ എഴുതി പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. അപ്പം ഈ ചാപ്റ്ററിനകത്തുള്ള ബാക്കി കുറേ ടോപ്പിക്സിൻ്റെയൊക്കെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇനി ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. Okay, thank you for watching.